ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും തൻ്റെ ആഗ്രഹ സാധ്യതയ്ക്ക് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെ നോക്കിയാലും ആർക്കും തന്നെ സ്വസ്ഥതയില്ല. സ്വസ്ഥത ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? തനിക്ക് വേണ്ടവയെല്ലാം അന്യമായിട്ടിരിക്കുന്നു എന്ന തോന്നലാണ്. അന്യമായി തോന്നുന്ന കാലം വരെ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ആ അന്യമെന്ന് തോന്നുന്നവയെല്ലാം എൻ്റേതാക്കണം എന്ന തോന്നൽ കൊണ്ട് അതിനെ സ്വായത്തമാക്കാൻ അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആജീവനാന്തം പ്രയത്നിച്ചാലും അവയൊന്നും തന്നെ സ്വന്തമാക്കാനൊട്ട് സാധിക്കുകയില്ല. അതിനാൽ ഒരു കവി പറയുകയാണ്, സ്വസ്ഥരല്ലൊരാളും ഓർക്കുക, ദുഃഖപാശബദ്ധരാണവർ, മർത്യരെ തിരിഞ്ഞു നോക്കുവിൻ, മൃത്യുവേ ഭയന്നു നിൽപ്പവർ. സ്വസ്ഥരല്ലൊരാളും ഓർക്കുക. ഒരു മനുഷ്യരെ നോക്കിയാലും സ്വസ്ഥരല്ല. ഈ ലോകത്തിലെ ഭോഗങ്ങൾ എത്ര കണ്ട് വാരിക്കൂട്ടുന്നുവോ അത്ര കൊണ്ട് നമ്മുടെ സ്വസ്ഥത നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. സ്വസ്ഥരല്ലൊരാളും ഓർക്കുകിൽ, ദുഃഖപാശബദ്ധരാണവർ. ദുഃഖമാകുന്ന പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണെല്ലാവരും. സുഖത്തിനായി പ്രയത്നിക്കുന്ന ഓരോന്നും ദുഃഖത്തിനായി ഭവിക്കുന്നു, ബന്ധനത്തിനായി തീരുകയാണ് ചെയ്യുന്നത്. സുഖത്തിനായി ചെയ്യുന്നവ ഓരോന്നും ദുഃഖം മാത്രമല്ല ബന്ധനവും കൂടി നമുക്ക് വരുത്തി വയ്ക്കുന്നു. സ്വസ്ഥമല്ലൊരാളും ഓർക്കുക, ദുഃഖപാശബദ്ധരാണവർ. ദുഃഖമാകുന്ന പാശം കൊണ്ട് കെട്ടപ്പെട്ടവരാണവർ. മർത്യരെ തിരിഞ്ഞു നോക്കുവിൻ. മനുഷ്യരെ ഒന്ന് തിരിഞ്ഞു നോക്കുക. മൃത്യുവേ ഭയന്നു നിൽപ്പവർ. അങ്ങനെയുള്ളവരാകട്ടെ അസ്വസ്ഥരായവർ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മരണത്തെയാണ്. സ്വസ്ഥരായവർക്കോ, ആർക്കാണ് സ്വസ്ഥത കൈവരിക്കുക? സ്വന്തം സ്വരൂപത്തെ സ്വസ്ഥിതിയിൽ വർത്തിക്കുന്നവരാണ് സ്വസ്ഥർ. സ്വന്തം സ്ഥിതി എന്താണ്? നമ്മുടെ യഥാർത്ഥമായ സ്ഥിതി ആത്മാവാണ്. ആത്മഭാവത്തിൽ വർത്തിക്കുന്നവരാണ് സ്വസ്ഥർ. സ്വന്തം സ്ഥിതിയിൽ വർത്തിക്കുന്നവർ. സ്വസ്ഥരായവർക്ക് ഒരു ഭയവുമില്ല. ആത്മാവാണ് താനെന്ന് ബോധിച്ച ഒരാൾക്ക് ഈ ലോകത്തിൽ എന്ത് ഭയപ്പെടാനാണ്? ദേഹം അനുനിമിഷം ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു നാൾ ഈ ശരീരമാകുന്ന ഉടുപ്പ് നാം ഊരിയിടേണ്ടതായിട്ട് വരുന്നു. അതവർ കണ്ടുകൊണ്ടേയിരിക്കുന്നു. വസ്ത്രം ഊരുന്ന പ്രതീതി മാത്രമാണ് മരണം എന്ന് ബോധിക്കുന്നു. എന്നാൽ ലോകവസ്തുക്കളെ കൊണ്ട് സുരക്ഷയും സുഖവും നേടാമെന്ന് കരുതുന്നവരാവട്ടെ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. അവർക്ക് ഭയമാണ്. അവർ ദുഃഖപാശത്താൽ ബന്ധിതരുമാണ്. അവർ മരണഭയം ഉള്ളവരുമാണ്. ഈ മരണഭയം ഇല്ലാതാകാനും ദുഃഖമാകുന്ന പാശം കൊണ്ട് ബന്ധിതരാകാതിരിക്കണം, സ്വസ്ഥത കൈവരിക്കണമെങ്കിലും എന്ത് വേണം? സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയണം. സ്വസ്വരൂപത്തെ എപ്പോൾ നാം തിരിച്ചറിയുന്നുവോ അപ്പോൾ നമ്മെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു വസ്തുവിനും സാധ്യമല്ല. നിസ്സാരമായ ഒരു വാക്ക് പറയുമ്പോഴേക്കും നാം പിണങ്ങി, നാം അസ്വസ്ഥരായി, നാം വിഷമിക്കുന്നു, ചിലർ കരയുന്നു. ഒരൊറ്റ വാക്ക്. അപ്പോൾ ആ വാക്കുകൾ നമ്മെ കുത്തിക്കീറുന്നു. എന്നാൽ സ്വസ്ഥരായ ഒരാൾ, അതായത് സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ ഒരാൾ, വാക്കെന്നല്ല കത്തി കൊണ്ട് കുത്തിയാലും അവർക്ക് ഒരു പരിഭവവും പരാതിയും ഉണ്ടാവുകയില്ല. നൈനം ചിഹ്നനി ശസ്ത്രാണി നൈനം ദഹതി പാവക. ആയുധങ്ങളെ കൊണ്ട് വെട്ടിയാൽ മുറിയാത്തതാണ്, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ സ്വന്തം സ്വരൂപം.
എന്നാൽ ഇതിനെല്ലാം വിധേയമാണ് നമ്മുടെ ഈ ശരീരവും. ശരീരമല്ല നാം എന്ന് ബോധിച്ചു കഴിയുമ്പോൾ നമുക്ക് പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ. അതാണ് ആത്മാന്വേഷണം കൊണ്ടേ നമുക്ക് ദുഃഖമാകുന്ന പാശത്തിൽ നിന്ന് രക്ഷപ്പെടാനും മൃത്യുഭയത്തെ അതിജീവിക്കാനും അതുപോലെ സ്വസ്ഥരായിരിക്കാനും കഴിയുകയുള്ളൂ. സ്വന്തം സ്ഥിതിയിൽ വർത്തിക്കാനും സാധിക്കുകയുള്ളൂ. സ്വസ്ഥതയാണ് എല്ലാവർക്കും വേണ്ടത്. സ്വന്തം സ്വരൂപത്തിൽ വർത്തിക്കുകയാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷെ അതറിയുന്നില്ല എന്ന് മാത്രം. സ്വസ്ഥത ഇഷ്ടപ്പെടുന്നു, പക്ഷേ അസ്വസ്ഥരാവാൻ എന്താണ് കാരണം? ആ അശാന്തി ഉണ്ടാവാൻ എന്താ കാരണം? അസ്ഥിരമായ വസ്തുക്കളോടുള്ള ഭ്രമം കൊണ്ടാണ്. അസ്ഥിരമായ വസ്തുക്കളോടുള്ള ഭ്രമം ഉപേക്ഷിച്ച് സ്ഥിരമായിരിക്കുന്ന ആത്മാനുഭൂതിയിൽ തന്നെ നുകർന്നിരിക്കുമ്പോൾ നാം ഓരോരുത്തരും അതാണെന്ന് സത്യം ബോധ്യമാകും. അതാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. മനസ്സൊന്നിനും വേണ്ടി അലയുകയില്ല. മനസ്സ് സ്വന്തം സ്വരൂപത്തിൽ വിലീനമായി കഴിയുമ്പോൾ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നാം ഓരോരുത്തരും. ആ സ്വസ്ഥതയാണ് നമുക്കുണ്ടാവേണ്ടത്. സ്വസ്ഥരൽ ഒരാളും ഓർക്കുക, ദുഃഖപാശബദ്ധരാണവർ. മർത്യരെ തിരിഞ്ഞു നോക്കുവിൻ, മൃത്യുവേ ഭയന്നു നിൽപ്പവർ.